സ്വാഗതം എല്ലാവർക്കും. നമ്മൾ ഇന്നിപ്പോൾ ഈ ഒരു സെഷനിൽ നോക്കുന്നത് മാത്സിലെ വളരെ പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ്. മാത്സിലെ ഒരുപാട് ചോദ്യങ്ങളും ടോപ്പിക് വൈസ് ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും അല്ലാതെ തന്നെ നിങ്ങൾ ഒരുപാട് കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു പ്രാക്ടീസിങ് ക്വസ്റ്റ്യൻസ് മാത്രമാണ്. ഓരോ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യുക, വളരെ പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ പറ്റുന്നുണ്ടോ നോക്കണം. മാത്സ് ആണ്, അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ ഒരേ സ്പീഡ് ചെയ്യാൻ പറ്റണം എന്നില്ല. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ പോസ് ചെയ്യുക, എന്നിട്ട് സ്വന്തമായിട്ട് ഒരു പേപ്പറിൽ നിങ്ങൾ ആൻസറിലേക്ക് എത്താൻ പറ്റുന്നുണ്ടോ നോക്കണം. എന്നിട്ട് മാത്രം എന്ത് ചെയ്യുക, നമ്മൾ സോൾവ് ചെയ്യുന്ന കാര്യം കൃത്യമായിട്ട് നോക്കുക. മാത്സിൻ്റെ ഒരു പ്രത്യേകത അങ്ങനെയാണ്. നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ആരായാലും ഒരു ടീച്ചർ പറയുമ്പോൾ അത് കംപ്ലീറ്റ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നിങ്ങൾ നോക്കിയിട്ട് പഠിക്കാമെന്ന് വിചാരിക്കാൻ പാടില്ല. ആദ്യം നമുക്ക് അറിയുന്ന രീതിയിൽ എങ്ങനെയെങ്കിലും അതിൻ്റെ ആൻസറിലേക്ക് എത്താൻ പറ്റുന്നുണ്ടോ നോക്കണം. എന്നിട്ട് മാത്രം അതിൻ്റെ സൊല്യൂഷൻ നോക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പറയുമ്പോൾ മനസ്സിലാവും, പിന്നീട് ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ ചെയ്യാൻ പറ്റില്ല. ഒരുപാട് ആളുകളെ ബുദ്ധിമുട്ട് അങ്ങനെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി കൃത്യമായിട്ട് മനസ്സിലാക്കുക, എങ്ങനെ ചെയ്യുന്നത് മനസ്സിലാക്കുക. ഒരിക്കലും മാത്സിൻ്റെ ക്വസ്റ്റ്യൻസ് ബൈ ഹാർട്ട് ചെയ്യാൻ പാടില്ല. കാരണം ഒരേ ടൈപ്പ് ക്വസ്റ്റ്യൻ അല്ല വരിക. ഒരേ ടൈപ്പ് മീൻസ് ഒരേ ക്വസ്റ്റ്യൻ അല്ല വരിക, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം ഉണ്ടാകും. അപ്പോൾ ആ ഐഡിയ ആശയം മനസ്സിലാക്കിയാൽ, കൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആ രീതിയിലാണ് വരിക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: 500, 1000, 100, 200, 20 എന്ന സംഖ്യാശ്രേണിയിലെ അടുത്ത പദം ഏതാണ്? ഇതാ ഇവിടെ കുറച്ച് നമ്പർ ഇങ്ങനെ കമ്മിയിട്ട് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതേ ഓർഡറിൽ പോയാൽ തൊട്ടടുത്ത നമ്പർ എത്രയും വരുമെന്ന് ചോദിക്കുന്നുള്ളൂ. വളരെ എളുപ്പമാണ്. നോക്കിയേ, 2, 4, 40, 400. ശരിക്കും നിങ്ങൾ നോക്കി നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ കിട്ടും. ഒന്ന് ശരിക്കും നോക്കിയാൽ എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കിയാൽ മതി, വളരെ എളുപ്പത്തിൽ കിട്ടും അല്ലേ. ആദ്യത്തെ 500 പിന്നെ അത് 1000 പിന്നെ 100 പിന്നെ 200 പിന്നെ 20 അപ്പോൾ എത്രയാവും? ഒരുപാട് വഴിയിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസറിലേക്ക് എത്താൻ പറ്റും, വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, ഏറ്റവും എളുപ്പമുള്ളൊരു വഴി ഞാൻ പറഞ്ഞുതരാം. ഏറ്റവും എളുപ്പമില്ല പറയട്ടെ, നിങ്ങൾക്ക് ആൻസർ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഞാൻ പറഞ്ഞു, നിങ്ങളെപ്പോഴും ആൻസർ ഞാൻ പറയുന്നതിന് മുന്നേ തന്നെ ക്വസ്റ്റ്യൻ അടക്കം ഞാൻ വായിക്കുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഏറ്റവും നല്ലത് ആ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ വായിക്കാൻ നോക്കണം. അങ്ങനെ ആകുമ്പോൾ ടൈം കിട്ടും. അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ ടൈം തരുന്നില്ല എന്നൊക്കെ തോന്നും. ഓക്കെ, അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ആൻസറിലേക്ക് എത്താൻ പറ്റുന്നുണ്ടോ നോക്കണം. എന്നിട്ട് മാത്രം ഞാൻ പറഞ്ഞത് ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, നമുക്കിവിടെ ആൻസർ കിട്ടാൻ പറ്റും. 2-3 ടൈപ്പ് ചെയ്യാം. ഒന്നാമത് നിങ്ങൾ നോക്കിയേ, ഈ നമ്പർ നോക്കുക, 500 1000 100 200 അങ്ങനെ വേണമെങ്കിൽ ഇതിനെ ഗ്രൂപ്പ് ചെയ്യാൻ പറ്റുക. 500 1000 ഒരു ഗ്രൂപ്പ്, 100 200 മറ്റൊരു ഗ്രൂപ്പ്. അങ്ങനെയാണെങ്കിൽ 20 മറ്റേ തൊട്ടടുത്ത 20 പേരായിട്ട് എന്താ വരുക നോക്കിയാൽ മതി. 500 ഇരട്ടിയാണ് 1000 അല്ലേ, 100 ഇരട്ടിയാണ് 200. ഇവരൊക്കെ ജോഡികളായി. അപ്പോൾ 20 ഇരട്ടിയായിട്ടുള്ള 40 തന്നെ ഇവിടെ ഉണ്ടാവണ്ടേ. അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നേരിട്ട് 40 എന്നുള്ള ഉത്തരത്തിലേക്ക് പോകാം. വളരെ എളുപ്പത്തിൽ പോകാം. ഇനി അങ്ങനത്തെ ഒരു ഐഡിയ പെട്ടെന്ന് കിട്ടുന്നില്ലെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് അങ്ങനെ വളരെ എളുപ്പത്തിൽ കിട്ടുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ നോക്കാം, 500 ഇരട്ടിയാണ് 1000 എന്ന് പറഞ്ഞാൽ 500നെ 2 കൊണ്ട് ഗുണിച്ചപ്പോൾ 1000 അല്ലേ. എന്നാൽ 1000ൻ്റെ നോക്കിയേ, 1000ൽ നിന്നും നേരെ തൊട്ടടുത്ത നമ്പർ 100 അല്ലേ. എന്ന് വെച്ചാൽ 1000നെ 10 കൊണ്ട് ഹരിച്ചതല്ലേ 100. 1000നെ 10 കൊണ്ട് ഹരിച്ചതാണ് 100 അല്ലേ. ഇനിയോ വീണ്ടും 100നെ 200ലേക്ക് പോയി എന്ന് വെച്ചാൽ എന്താ, 100നെ 2 കൊണ്ട് ഗുണിച്ചപ്പോൾ 200 ഇനി 220 ആവണമെങ്കിലോ, 20നെ 10 കൊണ്ട് ഹരിച്ചതാണ് 200നെ 10 കൊണ്ട് ഹരിച്ചതാണ് 20. അങ്ങനെയാണെങ്കിൽ തൊട്ടടുത്ത നമ്പർ തരണം. ആദ്യം 2 കൊണ്ട് ഗുണിക്കുന്നു, 10 കൊണ്ട് ഹരിക്കുന്നു, 2 കൊണ്ട് ഗുണിക്കുന്നു, 10 കൊണ്ട് ഹരിക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യണം, ഇതിനെ 2 കൊണ്ട് ഗുണിച്ചാൽ മതി അല്ലേ. 20നെ 2 കൊണ്ട് ഗുണിച്ചാൽ 40 വരും. അങ്ങനെയും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 40 ഉത്തരം എന്ന് കിട്ടും. ഓക്കെ, അങ്ങനെ പല വഴിയിൽ നിങ്ങൾക്ക് ചെയ്യാം, അതിനൊന്നും ഒരു സംശയമില്ല. ഇനിയിപ്പോൾ അങ്ങനെയോ അല്ലെങ്കിൽ മറ്റൊരു ഐഡിയ നോക്കിക്കോ, വേറെ ഐഡിയയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. നോക്കിക്കോ, ശരിക്കും നോക്കിക്കോ, ഇതാ വളരെ എളുപ്പത്തിൽ കിട്ടും. നോക്കിക്കോ, 500 500ന്ന് 100 നമ്മളിങ്ങനെ ഓരോ 1 നമ്പറാണ് നോക്കുന്നത്. 500ന്ന് 100ലേക്ക് പോകണമെങ്കിൽ നോക്കിയേ, 500നെ 5 കൊണ്ട് ഹരിച്ചതല്ലേ 100 എന്ന് പറയുന്നത്. 500നെ 5 കൊണ്ട് ഹരിച്ചതാണ് 100. ഇനി ഈ 100നെ 5 കൊണ്ട് ഹരിച്ചതല്ലേ 20 ആണല്ലോ. 100നെ 5 കൊണ്ട് ഹരിച്ചാണ് 20. അങ്ങനെയാണെങ്കിൽ തൊട്ടടുത്ത നമ്പർ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, തൊട്ടടുത്ത മീൻസ് ഇവിടെ ഉള്ളതാണെന്ന് കിട്ടുക അല്ലേ, ഇതല്ല കിട്ടുക, അതിൻ്റെ ഇപ്പുറത്തെയാണ് കിട്ടുക. അപ്പോൾ അതേ റിലേഷൻ നിങ്ങൾ നോക്കിയേ, 1000നെ 200ലേക്ക് പോകണമെങ്കിലോ, 1000നെ 5 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് 200 കിട്ടും. ഒന്നിടപെട്ട സംഖ്യ അല്ലേ. അങ്ങനെയാണെങ്കിൽ 200ന് ഒന്നിടപെട്ട സംഖ്യ ഇതാണ് കിട്ടേണ്ടതാണ്. അപ്പോൾ 200നെയും അതേ 5 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് ഇവിടെ ഉള്ളത് കിട്ടും. 200 5 കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടുക, 40 കിട്ടുക. എങ്ങനെ നോക്കിയാലും നിങ്ങൾക്ക് ഇതിന് ഉത്തരം കിട്ടും. അപ്പോൾ ഏത് രീതിയിൽ ചെയ്താലും മതി, ഒരു പ്രശ്നവുമില്ല, ആൻസർ കിട്ടിയാൽ മതി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ: ഒരു സമചതുരത്തിൻ്റെ പരപ്പളവ് 256 ചതുരശ്ര സെൻറ്റിമീറ്റർ ആണ്. സമചതുരത്തിൻ്റെ വശങ്ങളുടെ മധ്യബിന്ദുക്കൾ യോജിപ്പിച്ച് വരച്ചാൽ കിട്ടുന്ന രൂപത്തിൻ്റെ പരപ്പളവ് എത്ര എന്നാണ് ചോദിച്ചത്. വളരെ എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഇതൊരു സമചതുരമാണെന്ന് വിചാരിക്കുക. അതിന് ക്വസ്റ്റ്യൻ വായിച്ച് നോക്കിയാൽ, ഒരു സമചതുരത്തിൻ്റെ പരപ്പളവ് 256 ചതുരശ്ര സെൻറ്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. ഇതിൻ്റെ പരപ്പളവാണ് 256, 256 അല്ലേ. അങ്ങനെയാണെങ്കിൽ ഈ സമചതുരത്തിൻ്റെ വശങ്ങളുടെ മധ്യബിന്ദുക്കൾ യോജിപ്പിച്ച് വരച്ചാൽ കിട്ടുന്ന രൂപത്തിൻ്റെ പരപ്പളവ് എത്രയാണെന്നാണ് ചോദിച്ചത്.
വശങ്ങളുടെ മധ്യബിന്ദുക്കൾ എന്ന് വെച്ചാൽ ഒന്നുമില്ല. ഈ സമയദൂരത്തിന് എത്ര വശങ്ങളുണ്ട് ശരിക്കും നോക്കി നമുക്ക് മനസ്സിലാവും. എത്ര ഉണ്ട്, എത്ര വശങ്ങളുണ്ട് ഈ സമയദൂരത്തിന്? 4 വശങ്ങളില്ലേ? അതിൻ്റെ ഒക്കെ മധ്യബിന്ദു എന്ന് വെച്ചാൽ നേരെ പകുതി. ഇതാ ഈ വശത്തിൻ്റെ നീളം എത്രയാണോ അതിൻ്റെ പകുതി എന്ന് വെച്ചാൽ ഏകദേശം ഈ ഭാഗത്ത് വരും അല്ലേ? ഇതാണ് അതിൻ്റെ മധ്യബിന്ദു. അങ്ങനെ 4 വശങ്ങളുടെയും മധ്യബിന്ദുക്കൾ നിങ്ങൾ എന്ത് ചെയ്യുക? വെറുതെ ഇങ്ങനെ മാർക്ക് ചെയ്യുക. 4 വശത്തിൻ്റെയും മധ്യബിന്ദുക്കൾ നമ്മളിങ്ങനെ മാർക്ക് ചെയ്തു അല്ലേ? അതിലൊന്നും ബുദ്ധിമുട്ടില്ല, മധ്യബിന്ദുക്കൾ നമുക്ക് കിട്ടി. ഇനി നമ്മളോട് പറയുന്ന കാര്യം എന്താ? ഈ മധ്യബിന്ദുക്കളെ യോജിപ്പിച്ച് വരച്ചാൽ കിട്ടുന്ന രൂപത്തിൻ്റെ പരപ്പളവ് എത്ര എന്നാണ്. അപ്പോൾ മധ്യബിന്ദുക്കൾ തമ്മിൽ യോജിപ്പിക്കുക എന്ന് പറയുന്നത് എന്ത് ചെയ്യേണ്ടതാ? ഈ മധ്യബിന്ദു ഞാൻ നേരെ ഇതാ ഒരു മിനിറ്റ് ഇതാ ഇവിടുത്തെ മധ്യബിന്ദുവിൽ ഞാൻ നേരെ എന്ത് ചെയ്യണം? ആ രണ്ടാമത്തെ മധ്യബിന്ദുവിലേക്ക് ഞാനൊരു ലൈൻ വരക്കാം. ഇതാ ഞാൻ ഇവിടുന്ന് നേരെ ഒരു വര ഇങ്ങോട്ട് വരച്ചു. ഇതാ ഒരു മധ്യബിന്ദുവിലേക്ക് യോജിപ്പിച്ച് ഞാനൊരു വര വരച്ചു. ക്ലിയർ? ഓക്കെ. അപ്പോൾ മധ്യബിന്ദുക്കളൊക്കെ യോജിപ്പിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി? ഒരു വര വരക്കാൻ വേണ്ടി പറ്റി എന്നുള്ളതാണ് ഇവിടുന്ന് മനസ്സിലായത്. നിങ്ങളോട് ചോദിച്ചത് അങ്ങനെയാണെങ്കിൽ ഇപ്പം കിട്ടിയ ആ രൂപത്തിൻ്റെ പരപ്പളവ് എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. പരപ്പളവ് എത്രയായിരിക്കും എന്നാണ് ചോദിച്ചത്. ക്ലിയർ? എങ്ങനെ കണ്ടുപിടിക്കുക? നമ്മൾ പ്രത്യേകിച്ച് ഒരു കാൽക്കുലേഷൻ നിങ്ങൾ ചെയ്യാൻ പോകണ്ട, ഇങ്ങനെ മാത്രം മനസ്സിലാക്കിയാൽ മതി. ഒരു സമചതുരം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ, ഒരു സമചതുരമാണ് നിങ്ങൾക്ക് കിട്ടിയതെങ്കിൽ ആ സമചതുരത്തിൻ്റെ വശങ്ങളുടെയൊക്കെ മധ്യബിന്ദുക്കളെ തമ്മിലെടുത്ത് നമ്മളിങ്ങനെ യോജിപ്പിച്ച് വരച്ചാൽ നമുക്ക് എന്ത് കിട്ടുന്നറിയോ? മറ്റൊരു സമചതുരം തന്നെയാണ് കിട്ടുക. നമുക്ക് അതിങ്ങനെ ഉണ്ടെന്നേ ഉള്ളൂ. ഇത് കിട്ടുന്നത് ഒരു സമചതുരം തന്നെയാണ്. ഇവരുടെ പരപ്പളവുകൾ തമ്മിലുള്ള ബന്ധം എന്ന് വെച്ചാൽ ആദ്യത്തെ സമചതുരത്തിൻ്റെ പരപ്പളവ് എത്രയാണോ അതിൻ്റെ നേരെ പകുതിയായിരിക്കും ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ സമചതുരത്തിൻ്റെ പരപ്പളവ്. ഓക്കെ, ഈ രൂപം സമചതുരം തന്നെയാണ്. ആദ്യത്തിൻ്റെ പരപ്പളവ് എത്രയാണോ അതിൻ്റെ നേരെ പകുതിയാണ് ഇതിൻ്റെ വശങ്ങളുടെ മധ്യബിന്ദുക്കൾ യോജിപ്പിച്ച് വരച്ചാൽ കിട്ടുന്ന സമചതുരത്തിൻ്റെ പരപ്പളവ്. അങ്ങനെ മാത്രം പഠിച്ചാൽ മതി, വേറെ ഒന്നും ആലോചിക്കണ്ട. ഓക്കെ, അപ്പോൾ 256ൻ്റെ പകുതി എത്ര വരിക? 256ൻ്റെ പകുതി 2 കൊണ്ട് ഹരിച്ചാൽ മതി. എത്ര കിട്ടും? 200ൻ്റെ പകുതി 100 ആണ് അല്ലേ? 50ൻ്റെ പകുതി 25 ആണ്. 6ൻ്റെ പകുതി 3 ആണ്. എല്ലാം കൂടി കൂട്ടുക. 100ഉം 25ഉം 3ഉം കൂട്ടുക 128 ആണ് ആൻസർ വരിക അല്ലേ? ആൻസർ വരുന്നത് 128 ചതുരശ്ര മീറ്റർ എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ ആയിട്ട് ഇവിടെ വരിക. ഓക്കെ, ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. 128 ചതുരശ്ര സെൻറ്റിമീറ്റർ എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ആൻസർ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കേണ്ടത്. ഇനിയിപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ഒരു ക്വസ്റ്റ്യനിലേക്ക്. ഒരു സംഖ്യ മറ്റൊരു സംഖ്യയുടെ 3 മടങ്ങിനേക്കാൾ 2 കൂടുതലാണ്. ചെറിയ സംഖ്യയുടെ 4 മടങ്ങാണ് വലിയ സംഖ്യ എങ്കിൽ ചെറിയ സംഖ്യ ഏതാണ് എന്നാണ് ചോദിച്ചത്. ഓക്കെ, നോക്കാം നമുക്ക്. അപ്പോൾ 2 സംഖ്യകളുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഇവിടെ പറഞ്ഞ കാര്യം ഒരു സംഖ്യ മറ്റൊരു സംഖ്യയുടെ 3 മടങ്ങിനേക്കാൾ 2 കൂടുതലാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങളിങ്ങനെ മനസ്സിലാക്കുക, മറ്റൊരു സംഖ്യ അത് ഏതാണെന്ന് നമുക്കറിയില്ല. ഞാൻ വെറുതെ 10 ആണെന്ന് വെറുതെ വിചാരിക്കുന്നു ഞാൻ വെറുതെ മറ്റൊരു സംഖ്യ 10 ആയിട്ട് എടുത്തു. അങ്ങനെയാണെങ്കിൽ നോക്കിയേ, ആദ്യത്തെ സംഖ്യ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ സംഖ്യയുടെ മറ്റൊരു സംഖ്യയുടെ 3 മടങ്ങിനേക്കാൾ എന്ന് വെച്ചാൽ 10ൻ്റെ 3 മടങ്ങ് എത്രയാണ്? 10ൻ്റെ എത്ര മടങ്ങാണെന്ന് പറഞ്ഞാൽ അതിനെ കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പോൾ 10ൻ്റെ 3 മടങ്ങ് വെച്ചാൽ 10 ഗുണിക്കണം 3, അതായത് 30 ആണ് 3 മടങ്ങ് അല്ലേ? 10നെ 3 കൊണ്ട് ഗുണിച്ചാൽ 30 കിട്ടും. ഇതാണ് 10ൻ്റെ 3 മടങ്ങ്. അതിനേക്കാൾ 2 കൂടുതൽ എന്ന് വെച്ചാൽ 2 കൂട്ടണം. അപ്പോൾ 30 2 കൂട്ടി എത്ര വരും? 32 ആണ് വരിക അല്ലേ? അപ്പോൾ ഒന്ന് കിട്ടിയാൽ നമുക്ക് രണ്ടാമത് കിട്ടുമല്ലോ, ഒരു പണിയുമില്ല. നമുക്ക് ഇങ്ങോട്ട് നോക്കാം. ഇതാ ഒരു സംഖ്യ മറ്റൊരു സംഖ്യയുടെ 3 മടങ്ങിനേക്കാൾ 2 കൂടുതലാണെന്നാണ് പറഞ്ഞത് ആണല്ലോ. അപ്പോൾ നമുക്ക് അറിയാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ? അറിയാത്ത സംഖ്യ ആയതുകൊണ്ട് നമുക്ക് ആദ്യത്തെ സംഖ്യ അറിയില്ല, രണ്ടാമത്തെയും അറിയില്ല. പക്ഷേ രണ്ടാമത്തെ കിട്ടിയാൽ അതിൻ്റെ 3 മടങ്ങിനോട് 2 കൂട്ടിയാൽ ഒന്നാമത്തെ കിട്ടുമെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? രണ്ടാമത്തെ സംഖ്യ തൽക്കാലം എത്രയായിട്ട് എടുക്കാം? രണ്ടാമത്തെ സംഖ്യ നമുക്കൊരു എക്സ് ആയിട്ട് എടുക്കാം. അറിയാത്തതിന് നമുക്ക് എന്ത് ചെയ്യാം? അക്ഷരങ്ങൾ ഉപയോഗിക്കാം. ഓക്കെ, ബീജഗണിത രൂപത്തിൽ പറയുന്ന ഒരു കാര്യമാണ് മാത്സിൽ. നമുക്കറിയാത്ത കാര്യങ്ങളാണെങ്കിൽ അതിനെ അക്ഷരങ്ങളായിട്ട് എടുക്കാം. ഓക്കെ, രണ്ടാമത്തെ സംഖ്യ എക്സ് ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ സംഖ്യ കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ആദ്യ സംഖ്യ കിട്ടാൻ എന്ത് ചെയ്യണം? ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഇതാ മറ്റൊരു സംഖ്യയുടെ 3 മടങ്ങിനേക്കാൾ, മറ്റൊരു സംഖ്യ എന്ന് വെച്ചാൽ ഈ എക്സ് ആണ്, അതിൻ്റെ 3 മടങ്ങ്. ഏത് സംഖ്യയുടെ 3 മടങ്ങ് വെച്ചാൽ 3 കൊണ്ട് ഗുണിക്കുക. 5 മടങ്ങ് പറഞ്ഞാൽ 5 കൊണ്ട് ഗുണിക്കുക. ഓക്കെ, അപ്പോൾ 3 മടങ്ങ് എന്ന് വെച്ചാൽ എക്സിൻ്റെ 3 മടങ്ങ് വെച്ചാൽ 3 എക്സ് ആണ്. ഇതാ 3 മടങ്ങിനേക്കാൾ അതുവരെ കിട്ടി. 2 കൂടുതലാണ്. 2 കൂടുതലെന്ന് വെച്ചാൽ എന്ത് ചെയ്യണം? ആ 3 മടങ്ങിൻ്റെ കൂടെ 2 കൂട്ടിയാൽ മതി. നേരത്തെ പറഞ്ഞ പോലെ 3x കൂട്ടണം 2 ആണ് വരിക. ക്ലിയർ ആയില്ലേ? അപ്പോൾ നമുക്ക് മനസ്സിലായി രണ്ടാമത്തെ സംഖ്യ എക്സ് ആയതുകൊണ്ട് ആദ്യത്തെ സംഖ്യ 3x കൂട്ടണം 2 ആണെന്ന് മനസ്സിലായി. 2ഉം കിട്ടി. ഇനി ചെറിയ സംഖ്യയുടെ 4 മടങ്ങാണ് വലിയ സംഖ്യ എങ്കിൽ ചെറിയ സംഖ്യ ഏതാണ്? ചെറിയ സംഖ്യയുടെ 4 മടങ്ങാണ് വലിയ സംഖ്യ എന്നാണ് പറഞ്ഞത്. ചെറിയ സംഖ്യ എന്ന് വെച്ചാൽ ആദ്യത്തെ സംഖ്യയാണ്. അത് നമുക്കിവിടെ കിട്ടി. എത്ര കിട്ടുക? ചെറിയ സംഖ്യ എന്ന് പറഞ്ഞാൽ ഇവിടെ ഏതാണ് വരിക? ചെറിയ സംഖ്യയുടെ 4 മടങ്ങാണ് വലിയ സംഖ്യ എന്നാണ് പറഞ്ഞത്. ആദ്യത്തെ സംഖ്യ എന്ന് വെച്ചാൽ ഇതിൻ്റെ 3 മടങ്ങിനോട് 2 കൂട്ടിയെന്ന് വെച്ചാൽ ഇതല്ലേ വലുത് അല്ലേ? ഇത് എക്സിൻ്റെ 3 മടങ്ങ് അല്ലേ? എക്സ് 10 ആണെങ്കിൽ അതിൻ്റെ 3 30 വലുതായി. അപ്പോൾ ചെറിയ സംഖ്യ ഈ സാധനമാണ് ചെറുത് അല്ലേ? അപ്പോൾ ചെറിയ സംഖ്യയുടെ 4 മടങ്ങാണ് വലിയ സംഖ്യ എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ചെറിയ സംഖ്യ എന്ന് പറയുന്നത് എക്സ് ആണ്. അതിൻ്റെ 4 മടങ്ങ് എന്ന് വെച്ചാൽ 4x എന്ന് എഴുതാം. അപ്പം 4 മടങ്ങാണ് ആര്? വലിയ സംഖ്യ എന്ന് ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ എഴുതാം. ഇനി ഇവിടുന്ന് നിങ്ങളോട് ചോദിച്ചത് അങ്ങനെയാണെങ്കിൽ ചെറിയ സംഖ്യ എത്രയാണെന്ന് ചോദിച്ചത്. ചെറിയ സംഖ്യ ആണെങ്കിൽ എക്സിൻ്റെ വില കിട്ടിയാൽ പോരെ? 4x പറഞ്ഞാൽ 3x 2 കൂട്ടിയതാണ് 4x.
ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് എക്സിൻ്റെ വില കിട്ടിയാൽ മതി. ഒന്നും നോക്കണ്ട, ഇതാ ഈ 3x നേരെ ഇങ്ങോട്ടേക്ക് എടുക്കുക, നമ്മൾ സമത്തിൻ്റെ ഇപ്പുറത്തേക്ക് എടുക്കുക. അപ്പോൾ എന്താവുമെന്ന് അറിയോ, ഇത് പോസിറ്റീവ് നമ്പറാണ്, ഇവിടെ നെഗറ്റീവ് ഒന്നുമില്ലല്ലോ. അപ്പോൾ 4x ഈ 3x ഇങ്ങോട്ട് വരുമ്പോൾ കുറക്കണം 3x എന്നാണ് ആവുക. അതാണ് 2 കിട്ടും. ബാക്കി 2 ഇവിടെ ഉള്ളൂ. 4x 3x പോയി കഴിഞ്ഞാൽ 1x മാത്രമേ ഉള്ളൂ. അതിൻ്റെ വില കിട്ടി 2 എന്ന് പറഞ്ഞാൽ ഇതാ നോക്കിയേ, ചെറിയ സംഖ്യ എന്ന് പറഞ്ഞത് എത്രയാണ് വരിക? 2 വരിക. ഓക്കെ, എക്സിൻ്റെ വിലയാണ് ചോദിച്ചത്. ചെറിയ സംഖ്യ എങ്കിൽ ചെറിയ സംഖ്യ ഏതെന്ന് ചോദിച്ചത് എക്സിൻ്റെ വിലയാണ് 2. ചെറിയ സംഖ്യ നമ്മൾ എക്സ് ആയിട്ടാണ് എടുത്തത്, അതാണ് 2. ഇത് നിങ്ങൾക്ക് ഇങ്ങനെ ഇങ്ങോട്ടൊന്നും എടുക്കാനൊന്നും കിട്ടുന്നില്ല എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ചെയ്യേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞില്ല. ഇതാ ഇങ്ങനെ ആലോചിച്ചാൽ മതി. എടുക്കാനൊന്നും കിട്ടുന്നില്ലെങ്കിൽ ഇതാ ഈ ഒരു ഭാഗം മാത്രം നോക്ക്. ഇതാ 4x എന്ന് പറഞ്ഞാൽ എങ്ങനെ കിട്ടിയത്? 3x 2 കൂട്ടിയപ്പോഴാണ് 4x ആയത്. ശരിക്കും 3x എത്ര എക്സും കൂടി കൂട്ടിയാലേ 4x ആവില്ല. നിങ്ങളിപ്പോൾ ഒരേപോലത്തെ ഒരു 4 പേന, അതിൻ്റെ കൂടെ 5 പേനയാണെങ്കിൽ എന്ത് ചെയ്യണം? 4 പേനയുടെ കൂടെ ഒരു പേനയും കൂടി കൂട്ടിയാലല്ലേ 5 പേനയാവുക. അതുപോലെ തന്നെയാണ് 3x കൂടെ എത്രയോ കൂട്ടിയപ്പോൾ 4x ആയി. അപ്പോൾ 3x കൂടെ എന്ത് കൂട്ടിയാലാണ് 4x ആവുക? 3 എക്സുകൾ ഉണ്ടെന്നാണ് അർത്ഥം. ഇതാ 1x 2x 3x. ഈ 3x കൂടെ എന്ത് കൂട്ടിയാലാണ് നമുക്ക് 4 എക്സുകളാവുക? 4 എക്സുകളാവുക. 1x കൂടി കൂട്ടിയാൽ പോരെ? അപ്പോൾ ആ എക്സിൻ്റെ സ്ഥാനത്തല്ലേ 2 ഉള്ളത്. അപ്പോൾ എക്സിൻ്റെ വില എത്രയായിരിക്കും? 2 എന്ന് കിട്ടും. അങ്ങനെയും വേണമെങ്കിൽ ചെയ്യാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. 3 ക്യൂബിൻ്റെ എത്ര മടങ്ങാണ് 3⁵5? 3 ഘാതം 3 എന്ന് വേണമെങ്കിൽ വായിക്കാം, അല്ലെങ്കിൽ 3ൻ്റെ കൃതി 3 എന്ന് വായിക്കാം, 3ൻ്റെ കൃതി 5 എന്ന് വായിക്കാം, അല്ലെങ്കിൽ 3⁵3 എന്ന് വായിക്കാം, 3⁵5 എന്നും വായിക്കാം. ഓക്കെ, അപ്പോൾ ചോദിച്ചത് 3⁵3ൻ്റെ അല്ലെങ്കിൽ 3 ഘാതം 3ൻ്റെ എത്ര മടങ്ങാണ് 3 ഘാതം 5 എന്നാണ് ചോദിച്ചത്. 3 ഘാതം 5 ഇത് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുക? എത്ര മടങ്ങാണെന്നാണ് ചോദിച്ചത്. എത്ര മടങ്ങാണ്? ഇപ്പം ഞാൻ നിങ്ങളോട് ചോദിക്കുവാണ് 10ൻ്റെ എത്ര മടങ്ങാണ് 60 എന്ന് ഞാൻ ചോദിച്ചെന്ന് വിചാരിക്കുക. 10ൻ്റെ എത്ര മടങ്ങാണ് 60? അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എത്ര മടങ്ങെന്നാണെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഈ 60നെ ഈ 10 കൊണ്ട് ഹരിച്ചാൽ പോരെ? 60 ഹരിക്കണം 10 ചെയ്താൽ നിങ്ങൾക്ക് 6 കിട്ടും. എന്ന് പറഞ്ഞാൽ 10ൻ്റെ 6 മടങ്ങാണ് 60 എന്ന് പറയാം അല്ലേ? 10നെ 6 കൊണ്ട് ഗുണിച്ചതല്ലേ 60. ക്ലിയർ? ഇനി 100ൻ്റെ എത്ര മടങ്ങാണ് 5000 എന്ന് ഞാൻ നിങ്ങളോട് ചോദിച്ചെന്ന് വിചാരിക്കുക. 100ൻ്റെ എത്ര മടങ്ങാണ് 5000? അത് കിട്ടാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ 5000ത്തിന്, വലിയ നമ്പറായ 5000നെ 100 കൊണ്ട് ഹരിച്ചാൽ പോരെ? 200 പോയി, അപ്പോൾ 50 കിട്ടും. എന്ന് പറഞ്ഞാൽ 100ൻ്റെ 50 മടങ്ങാണ് 5000 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കിയേ, 3 ഘാതം 3ൻ്റെ എത്ര മടങ്ങാണ് 3 ഘാതം 5 എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഒരു സംശയം വേണ്ട, നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു സംശയത്തിൻ്റെ ആവശ്യമില്ല. 3 ഘാതം 5നെ 3 ഘാതം 3 കൊണ്ട് നിങ്ങൾ ഹരിച്ചാൽ മതി. അത് എത്രയാണോ കിട്ടുന്നത് അതാണ് ആൻസർ. ഇവിടെ നിങ്ങൾ ചെറിയ ക്ലാസ്സിലെ കുട്ടികൾ പഠിക്കുന്ന ഒരു കാര്യമുണ്ട്, അത് നിങ്ങളൊന്ന് ഫോളോ ചെയ്യണം. എന്താണെന്ന് വിചാരിച്ചാൽ നോക്കിക്കോ, ശരിക്കും നോക്കിക്കോ. ഒന്നുമില്ല, ഇതാ a⁻m ഹരിക്കണം a⁻n. ഓക്കെ, ഇതൊരു ഐഡൻറ്റിറ്റിയാണ്. ഓക്കെ, ഇതൊരു ഐഡൻറ്റിറ്റിയാണ്. സർവ്വസമവാക്യങ്ങൾ പഠിക്കുന്നതാണ്. a⁻m/a⁻n എന്ന് ഉള്ള രൂപത്തിൽ ഇങ്ങനെ ഒരു സാധനം വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ അറിയോ? a⁻m കുറക്കണം n എന്നാണ് അതിൻ്റെ അർത്ഥം വരിക. നോക്കിയേ, രണ്ടും ഒരേപോലെ. ഇതാ ഇവിടെ നോക്കിയാൽ 2 3 തന്നെയാണ് ഉള്ളത്. എമ്മിൻ്റെ സ്ഥാനത്ത് 5 ഉണ്ട്, എന്നിൻ്റെ സ്ഥാനത്ത് ഇവിടെ 3 ഉള്ളത് കൃതികളായിട്ട് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിനെങ്ങനെ മാറ്റി എഴുതാം? ഈ a എഴുതിയിട്ട് അതിൻ്റെ മേലെ m കുറക്കണം n എന്ന് എഴുതാം. അതേപോലെ ആണെങ്കിൽ നമുക്കിതിനെങ്ങനെ എഴുതാൻ പറ്റും നോക്കിക്കോ. എയുടെ സ്ഥാനത്ത് 3 വീതം ഉള്ളത്. അപ്പോൾ ഇതാ ഞാൻ a⁻², ഇതാ ഇവിടെ ഇങ്ങനെ വരിക a⁻². അപ്പോൾ ആ എയുടെ സ്ഥാനത്ത് ഞാൻ 3 എന്ന് എഴുതി. m കുറക്കണം n, മുകളിലുള്ളത് m, താഴെയുള്ളത് n ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 5 കുറക്കണം, ഇതാ ഇവിടുത്തെ കൃതിയായിട്ടുള്ള 3 എന്ന് എഴുതാം. ഇനി ആൻസർ ഒന്നുമില്ല, കിട്ടിയതാ 3 ഘാതം 5 2 പോയി നിങ്ങൾക്കറിയാം 2 ആണ്. 3 ഘാതം 2 അല്ലെങ്കിൽ 3 സ്ക്വയർ, 3 സ്ക്വയർ എന്ന് പറയും. 3 സ്ക്വയർ എന്ന് വെച്ചാൽ എത്ര വരിക? 9 ആണ് വരിക. അപ്പോൾ എന്ത് പറയാം? 3 ഘാതം 3ൻ്റെ എത്ര മടങ്ങാണ് 3 ഘാതം 5? 3⁵3യുടെ എത്ര മടങ്ങാണ് 3⁵5 എന്ന് വെച്ച് നമുക്ക് പറയാം 9 ടൈംസ്. ഓക്കെ, 9 മടങ്ങാണ്. 9 മടങ്ങ് എന്നുള്ളതാണ് ആൻസർ ആയിട്ട് കിട്ടുക. ഇത് കൃത്യമായിട്ട് പഠിക്കണം. ഇതൊരു ഐഡൻറ്റിറ്റിയാണ്, വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റിയാണ്. ഇനി നേരെ തിരിച്ച് ഇങ്ങനെയും പറയാൻ പറ്റും. a⁻m ഇൻറ്റു a⁻n എന്നാണ് വന്നിട്ടുള്ളതെങ്കിൽ നമുക്ക് എന്താ പറയാം? a⁻m+n എന്ന് ഇതിനെഴുതാം. ഓക്കെ, ഉദാഹരണത്തിന് ഇതാ പിന്നെ 3 ഘാതം 5 ഗുണിക്കണം 3 ഘാതം 3 ആണെങ്കിൽ അതിൽ നമുക്ക് എങ്ങനെ എഴുതാം? 3 ഘാതം 5 കൂട്ടണം 3 എന്ന് എഴുതാം. 3 ഘാതം 8 എന്ന് എഴുതാം. ഓക്കെ, അത് നമ്മൾ ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. നിങ്ങൾ ഒരു സിമ്പിളായിട്ട് മനസ്സിലാക്കി വെച്ചാൽ മതി. ക്ലിയർ അല്ലേ? ബുദ്ധിമുട്ടുണ്ടോ? പ്രശ്നമൊന്നുമില്ലല്ലോ? ഇല്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഒരു ടാങ്കിൽ 750 ലിറ്റർ വെള്ളം ഒഴിച്ചപ്പോൾ ടാങ്കിൻ്റെ 3/5 ഭാഗം വെള്ളം നിറഞ്ഞു. ഇനി എത്ര ലിറ്റർ വെള്ളം കൂടി ഒഴിച്ചാൽ ടാങ്ക് നിറയും എന്നാണ് ചോദിച്ചത്. ഒരു ടാങ്ക് ഉണ്ട്, അതിൽ 750 ലിറ്റർ വെള്ളം നമ്മൾ ഒഴിച്ചപ്പോൾ ടാങ്കിൻ്റെ 3/5 വെച്ചാൽ 5ൽ 3 ഭാഗവും നിറഞ്ഞു പോയി. 5ൽ 3 ഭാഗവും നിറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇനി എത്ര ലിറ്റർ വെള്ളം കൂടി ഒഴിച്ചാലാണ് ആ ടാങ്കിനെ ഫുള്ളായിട്ട് നമുക്ക് നിറക്കാൻ പറ്റുമെന്നാണ് ചോദിച്ചത്. കിട്ടുന്നുണ്ടോ? വളരെ എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യനാണ്. സിമ്പിളായിട്ടൊന്ന് ആലോചിച്ചാൽ വേറെ ഒന്നിലേക്കും പോകണ്ട. മാത്സിലേക്കോ ചെയ്യാനോ കണക്കിൻ്റെ കൂട്ടുന്ന കുറക്കിലേക്കോ ഒന്നിലും പോകണ്ട. എന്ത് ചെയ്താൽ മതി?
നിങ്ങളതിനെയും വളരെ സിമ്പിളായിട്ടൊന്ന് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചാൽ മതി. ടാങ്ക് ആണല്ലോ. അപ്പോൾ ടാങ്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ഏകദേശം ഒരു ടാങ്കിൻ്റെ രൂപത്തിൽ വെറുതെ ഇങ്ങനെ മനസ്സിലാലോചിച്ച് നോക്കുക. ഇതാണ് ടാങ്ക് എന്ന് വിചാരിക്കുക. ഈ ടാങ്കിൻ്റെ കാര്യത്തിൽ ഇതിലാണ് നമുക്ക് വെള്ളം നിറക്കേണ്ടതെന്ന് വിചാരിക്കുക. വെറുതെ 750 ലിറ്റർ വെള്ളം ഒഴിച്ചപ്പോൾ 3/5 എന്ന് വെച്ചാൽ 5 ഭാഗത്തിൽ 3 ഭാഗം നിറഞ്ഞു എന്നാണ് പറയുന്നത്. 5 ഭാഗത്തിൽ 3 ഭാഗം നിറഞ്ഞു വെച്ചാൽ ഞാൻ ഈ ടാങ്കിനെ 5 തുല്യമായ ഭാഗമാക്കി മാറ്റുമെന്ന് വിചാരിക്കുക. 1 2 3 4 5 5 തുല്യമായ ഭാഗങ്ങളാക്കി മാറ്റി. ഓക്കെ, അതിൽ ഞാൻ എന്ത് ചെയ്തു, 750 ലിറ്റർ വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു. 750 ലിറ്റർ വെള്ളം ഞാൻ എന്ത് ചെയ്തു, നേരെ ഇതിലേക്ക് ഒഴിച്ചെന്ന് വിചാരിക്കുക. അപ്പോൾ പറഞ്ഞത് 5ൽ 3 ഭാഗം നിറഞ്ഞു. ആകെ 5 ഭാഗമുണ്ട്, അതിൽ 3 ഭാഗം വെള്ളം നിറഞ്ഞു. ഒരു ഭാഗം വെള്ളം ഫില്ലായി അല്ലേ, പിന്നെയോ രണ്ടാമത്തെ ഭാഗം വെള്ളം ഫില്ലായി, മൂന്നാമത്തെ ഭാഗം വെള്ളവും ഫില്ലായി. ഇനി ശരിക്കും എത്ര ഭാഗം അവിടെ ഉള്ളത്? ആകെയുള്ള 5ൽ 2 ഭാഗം കൂടിയല്ലേ വെള്ളമുള്ളൂ. ഇനി നിങ്ങളിങ്ങനെ ആലോചിച്ച് നോക്കി, 750 ലിറ്റർ ഞാൻ ഒഴിച്ചപ്പോൾ 3 ഭാഗമാണ് ഫില്ലായത്, 3 ഭാഗം ഫില്ലായി. അങ്ങനെയാണെങ്കിൽ ഇനി 2 ഭാഗം മാത്രം ഫില്ലാവാനുണ്ടെങ്കിൽ എത്ര വെള്ളം വേണ്ടതെന്ന് ആലോചിച്ച് നോക്കിയേ. 3 തുല്യ ഭാഗങ്ങളാണല്ലേ, അതിനാണ് 750 ലിറ്റർ. അങ്ങനെയാണെങ്കിൽ ഒരു ഭാഗം നിറയാൻ നമുക്ക് എത്ര ലിറ്റർ വെള്ളം മതിയാവും? 250 ലിറ്റർ വെള്ളം പോരെ അല്ലേ? 250 ലിറ്റർ മതിയാവൂലേ? ഒരു ഭാഗം നിറക്കാൻ 250 ലിറ്റർ വെള്ളം, അടുത്ത ഭാഗം നിറക്കാൻ 250 ലിറ്റർ വെള്ളം, വീണ്ടും 250 ലിറ്റർ വെള്ളം. അങ്ങനെ ആയിരിക്കില്ലേ ഈ 3 ഭാഗങ്ങൾ നിറയാൻ 750 ആയത്? അങ്ങനെയാണെങ്കിൽ ഇനി എന്ത് ചെയ്യേണ്ടത്, ഇവിടെ ബാക്കി 2 ഭാഗങ്ങളും കൂടി ഉള്ളത്, അതിലും എത്ര തന്നെയാണ് വീതം വരിക? 250 വീതം തന്നെയാണ് വരിക. അങ്ങനെ ടോട്ടൽ എത്ര ലിറ്ററും കൂടി വെള്ളം നമുക്ക് ആവശ്യമുണ്ട് ഫുള്ള് നിറക്കാൻ? ഒരു സംശയമില്ല, 500 ലിറ്റർ വെള്ളം മാത്രം മതി. ഓക്കെ, 500 ലിറ്റർ വെള്ളം മാത്രം മതി. ഇങ്ങനെ നിങ്ങൾ ആലോചിക്കുക, അല്ലാണ്ട് വെറുതെ എന്തൊക്കെയോ ആലോചിച്ചിട്ടൊന്നും സമയം കളയണ്ട. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ക്ലോക്കിലെ സമയം 11:10 ആകുമ്പോൾ മണിക്കൂർ സൂചിക്കും മിനിറ്റ് സൂചിക്കും ഇടയിലുള്ള കോണിൻ്റെ അളവ് എത്രയായിരിക്കും? വളരെ എളുപ്പമുള്ള ചോദ്യമാണ്, ക്ലോക്കുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്, കോൺ അളവാണ്. ക്ലോക്കിൻ്റെ കോൺ അളവിനെ കുറിച്ചുള്ള ഒരു ക്വസ്റ്റ്യനാണ് ഈ തന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമ്മളോട് ചോദിച്ച കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ക്ലോക്കിൻ്റെ സമയം 11:10 ആകുമ്പോൾ മണിക്കൂർ സൂചിക്കും മിനിറ്റ് സൂചിക്കും ഇടയിലുള്ള കോണളവ്. കോണളവ് കാണാൻ വേണ്ടി നിങ്ങൾ ക്ലോക്കുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പഠിച്ചിട്ടുണ്ടാകും. ക്ലോക്കിൻ്റെ കോണളവ്, കോൺ അളവിനെ കുറിച്ച് നിങ്ങൾ പഠിച്ചൊരു കാര്യമുണ്ട്. ഇത് സമവാക്യമായിട്ടൊന്നും കാണണ്ട. എന്ത് ചെയ്യുക, 30 hours ആണ്. അതുപോലെ 11/2 മിനിറ്റ്. ഈ 2 സാധനങ്ങൾ കണ്ടുപിടിക്കുക, അതിൻ്റെ വലുതൊന്ന് ചെറുത് കുറക്കുക. ഇതൊരു സമവാക്യമായിട്ട് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, 30 hour നിന്നും 11/2 മിനിറ്റ് കുറച്ചാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? കോണളവ് കിട്ടും. ഇത് വെച്ചാൽ 30 hour തന്നെ, 30 മണിക്കൂർ തന്നെ 11/2 മിനിറ്റ് കുറക്കണമെന്നല്ല പറഞ്ഞത്. ഈ 2 എണ്ണം വേറെ വേറെ കണ്ടുപിടിക്കുക. അതായത് 30 മണിക്കൂർ എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കുക, അതുപോലെ 11/2 മിനിറ്റ് എത്രയാണെന്നുള്ളതും കണ്ടുപിടിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, അതിന് വലുതെന്ന് ചെറുത് കുറച്ചാൽ നിങ്ങൾക്ക് കോണളവ് കിട്ടും. ഇനി എന്താണ് ഈ സാധനം എന്നുള്ളത് പറഞ്ഞുതരാം. ഒന്നുമില്ല, നിങ്ങൾക്ക് എന്തായാലും ഒരു സമയം തരും. എത്ര ഇവിടെ തന്നത്? 11:10 അല്ലേ. അപ്പോൾ ഇവിടെ ഈ എച്ചും എം എൽ എന്താണെന്ന് ചോദിച്ചാൽ 11 മണി എന്ന് പറഞ്ഞാൽ 11 മണിക്കൂർ അല്ലേ. ഇത് 11 മണിക്കൂറിൻ്റെ എം ആണ്. മറ്റേതെന്താണ്, 11 മണിക്കൂർ എന്ന് വെച്ചാൽ എച്ച് ആണ്, അവറിലാണ് പറയുക. ഇത് എച്ച് ആണ്, അവർ കിട്ടി 11. ഇനി എം എന്ന് വെച്ചാൽ 10 മിനിറ്റ്, എം ആണ് ഈ തന്ന സാധനം. 2 ഇവിടെ തന്നെയുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഈ 2 ഓരോന്നായിട്ട് കാണുക. ഒന്നാമത് കാണുന്നത് 30 hour ആണ്. 30 hour 30 എച്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ ചെയ്യാം? 30 ഗുണിക്കണം എച്ചിൻ്റെ വില കിട്ടി 11 മണിക്കൂറാണ്. അപ്പോൾ 11 നിന്ന് കിട്ടും. എത്ര കിട്ടും? 30നെ 11 കൊണ്ട് ഗുണിച്ചാൽ 3നെ 11 കൊണ്ട് ഗുണിച്ചാൽ 33. അപ്പോൾ 30നെ ഗുണിച്ചാൽ 330 കിട്ടും. ഇനി 11/2 മിനിറ്റ് എത്രയാണെന്നാണ് വേണ്ടത്. അതായത് 11/2 ഗുണിക്കണം മിനിറ്റ് എന്ന് വെച്ചാൽ ഇവിടെ 10 തന്നത്. അപ്പോൾ 10 എടുത്ത് നിങ്ങൾ ഇവിടെ കൊടുക്കുക അല്ലേ. 2 രീതി ചെയ്യാം. ഒന്ന് 11നെ 10 കൊണ്ട് ഗുണിച്ചിട്ട് കിട്ടുന്ന 110ൻ്റെ പകുതി എടുത്താൽ മതി. അല്ലെങ്കിൽ ഇവിടെ നിന്ന് നേരെ 10ൻ്റെ പകുതിയായിട്ടുള്ള 5 എടുക്കുക. അതിൻ്റെ 5നെ 11 കൊണ്ട് ഗുണിച്ചാൽ 55 എന്ന് കിട്ടും. എങ്ങനെ വേണം ചെയ്യാം. അപ്പോൾ 2 കിട്ടി. അതിൽ വലുതേതാ? 30 hour അല്ലേ. ചെറുതാണ് 11/2. ഇങ്ങനെയാണ് കിട്ടിയത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ തന്ന സമവാക്യത്തിൽ കൊടുത്താൽ മതി. 30 hour എന്ന് വെച്ചാൽ 330 കിട്ടിയത്. അതിൽ നിന്നും എത്ര കുറക്കുക? 55 നിങ്ങൾ കുറക്കുക. 330 55 കുറച്ചാൽ എത്ര വരിക? വളരെ എളുപ്പത്തിൽ കിട്ടില്ല. 330 50 പോയാൽ നിങ്ങൾക്ക് മനസ്സിലാവും 280 അല്ലേ. ഒരു 5 കൊണ്ട് കുറച്ചാൽ 275 വരിക. നേരെ ഓപ്ഷനിൽ പോയി നോക്കിയാൽ കോണളവ് 275 അവിടെ കാണില്ല. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇങ്ങനെ കുറച്ച് കിട്ടുന്ന ഉത്തരം 180നേക്കാൾ കൂടുതലാണെങ്കിൽ, 180നേക്കാൾ കൂടുതലായിട്ടാണ് വരുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയോ? കിട്ടിയ ഉത്തരം 360 നിന്നും കുറച്ചാൽ മതി. 360 275 നിങ്ങൾ കുറച്ചാൽ മതി, നിങ്ങൾക്ക് ഉത്തരം കിട്ടും. എത്ര കിട്ടും? 10 5 പോയാൽ 5 കിട്ടും. 5 7 പോവില്ല. അപ്പോൾ 15 7 പോയാൽ എത്ര കിട്ടും? 7 8 15. അപ്പോൾ 85 ഉത്തരം. അപ്പോൾ 85 ഡിഗ്രിയാണ് കോണളവ്. ഓക്കെ, 85 ഡിഗ്രിയാണ് കോണളവായിട്ട് വരിക. എല്ലാവർക്കും മനസ്സിലായിരിക്കുന്നു. ഇതൊക്കെ പണ്ട് മുതലേ പഠിച്ച് പ്രാക്ടീസ് ചെയ്യുന്ന സാധനങ്ങളാണ്, സംശയത്തിനൊന്നും ആവശ്യമില്ല. അടുത്തത് 66 തുല്യമായ ഭിന്നസംഖ്യ ഏതാണ്? 66 തുല്യമായ ഭിന്നസംഖ്യ ഏതെന്നാണ് ചോദിച്ചത്. ഏത് ശതമാനത്തിനും തുല്യമായ ഭിന്നസംഖ്യ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്നും ചെയ്യേണ്ട, ആ തന്ന ശതമാനത്തിന് 100 കൊണ്ട് ഹരിച്ചാൽ മതി. ഉദാഹരണം
ഉദാഹരണം 10% എന്ന് പറഞ്ഞാൽ അതിന് തുല്യമായ ഭിന്നസംഖ്യ ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? 10നെ 100 കൊണ്ട് നിങ്ങൾ ഹരിച്ചാൽ മതി. ഓക്കെ, ഇനി 25% എന്ന് പറഞ്ഞാൽ അതിൻ്റെ തുല്യമായ ഭിന്നസംഖ്യ എന്ന് വെച്ചാൽ 25നെ 100 കൊണ്ട് നിങ്ങൾ ഹരിച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കിയേ 66/2/3 അല്ലേ? 66/2/3 തുല്യമായ ഭിന്നസംഖ്യ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? 66/2/3നെ 100 കൊണ്ട് ഹരിച്ചാൽ മതി. ഉത്തരം കിട്ടി. പക്ഷേ അങ്ങനെ കഴിച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഡയറക്റ്റ് ആൻസറിലേക്ക് പോകാൻ പറ്റുന്ന വരില്ല. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? മിശ്ര ഭിന്നത രൂപത്തിലാണ് തരുന്നതെന്ന് വിചാരിക്കുക ചോദ്യത്തിൽ. ഇപ്പോൾ ഇവിടെ ഞാൻ 10% 25 എന്നൊക്കെ പറഞ്ഞ പോലെ 66/2/3 എന്നുള്ള രീതിയിൽ മിശ്ര ഭിന്നത്തിലാണ് തരുന്നതെങ്കിൽ എന്ത് ചെയ്യണം? ഇതിനെ നിങ്ങൾ കൃത്യമായിട്ട് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, മിശ്ര ഭിന്നത്തിനെ വിഷമ ഭിന്നത്തിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതായത് കൺവേർട്ട് ചെയ്യാന്ന് വെച്ചാൽ മാറ്റുക. അതിന് നിങ്ങൾ പണ്ട് പഠിച്ചിട്ടുണ്ട്. ആദ്യം ഇവിടെയുള്ള ഇത് 2 എന്ന് പറയുന്ന അംശവും 3 എന്ന് പറഞ്ഞാൽ ഛേദമാണ്, ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും. ഈ 3നെ 66 കൊണ്ട് ആദ്യം നിങ്ങൾ ഗുണിക്കുക. എന്നിട്ട് ആ കിട്ടുന്ന ഉത്തരത്തിൻ്റെ കൂടെ ഈ 2 നിങ്ങൾ അംശമായി 2 നിങ്ങൾ കൂട്ടുക. അത് എന്നിട്ട് മുകളിൽ അംശമായിട്ട് എഴുതിയാൽ മതി. ഇതാ 3നെ വേണമെങ്കിൽ ക്രമമായിട്ട് തന്നെ എഴുതാം. 3നെ നിങ്ങൾ 66 കൊണ്ട് ആദ്യം ഗുണിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? അംശമായി 2 കൂട്ടുക. ആ കിട്ടുന്ന ഉത്തരം എത്രയാണോ അതാണ് പുതിയ ഭിന്നസംഖ്യയുടെ അംശം. താഴെ ആ 3 അതുപോലെ എഴുതുക. ഓക്കെ, അത്രയേ പണിയുള്ളൂ. ഇനി നോക്കിയേ, 3നെ 66 കൊണ്ട് ഗുണിച്ചാൽ എത്ര കിട്ടും? നിങ്ങൾക്ക് എല്ലാവരും ഗുണിക്കാൻ അറിയാം. 100 എത്ര വരിക? 3 6 18 8 ബാക്കി 1 3 6 18 1 19 198 വരിക പ്ലസ് 2 അല്ലേ ബൈ 3. അപ്പോൾ 198 2 കൂട്ടി അറിയാം 200 വരിക. 200/3 എന്നാണ് വരിക അതിനെ മാറ്റിക്കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് എങ്ങനെ ഉത്തരം എഴുതാം? 66/2/3 എന്ന് പറഞ്ഞാൽ 200/3 200/3. തൊട്ട് താഴെ 100 കൊണ്ട് ഹരിക്കണം എന്ന് പറഞ്ഞു, ഞാൻ 100 കൊണ്ട് ഹരിച്ചു. ഇനി ഇതിനെ 2 രീതി ചെയ്യാം. ഒന്ന്, ഒരു ഭിന്നസംഖ്യയെ മറ്റൊരു ഭിന്നസംഖ്യ കൊണ്ട് ഹരിക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്യണം മതി? അതിൻ്റെ റെസിപ്രോക്കൽ എടുത്ത് നിങ്ങൾ ഗുണിച്ചാൽ മതി. ഓക്കെ, ഗുണന വിപരീതം എന്നൊക്കെ പറയും നമ്മൾ. റെസിപ്രോക്കൽ എടുത്ത് നിങ്ങൾ ഗുണിച്ചാൽ മതി. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ. 2 രീതി ചെയ്യാം. സമം 200/3 ഗുണിക്കണം എന്ത് ചെയ്താൽ മതി? 1/100 1/100 കൊണ്ട് നിങ്ങൾ ഗുണിക്കാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാമെന്നറിയോ? നേരെ ഈ 100നെ നേരെ ജമ്പ് ചെയ്തിട്ട് ഈ 3ൻ്റെ കൂടെ ഗുണിച്ചാൽ മതി. 2 സെയിം തന്നെയാണ്. അതായത് 200/3 ഗുണിക്കണം 100 എന്നാണ് വരിക, അത് 300 എന്നാണ് വരിക. അപ്പോൾ എങ്ങനെ 2 0 2 0 പോയി ബാക്കി 2/3 ഉള്ളത്. ഇതാണ് ആൻസർ 2/3. ഓക്കെ, അപ്പോൾ 66/2/3 തുല്യമായ ഭിന്നസംഖ്യ ഏതെന്ന് ചോദിച്ചാൽ 2/3 ഉത്തരം. അത് ഇവിടുത്തെ 2/3 അതുപോലെ എഴുതിയാൽ പോലെ തോന്നും. അങ്ങനെ ചെയ്യാൻ പാടില്ല, ചെയ്ത് നോക്കിയിട്ട് തന്നെ പറയണം. ഓക്കെ, 2/3 ആൻസറായിട്ട് വരിക. ക്ലിയർ? അടുത്തത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയാണ് ഇന്നിപ്പോൾ മാത്സിലെ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. ഓരോ ചോദ്യങ്ങളും ഓരോ മോഡലാണ്. ആ കൃത്യമായിട്ട് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കി നിങ്ങൾക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ എല്ലാം ചില ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് ഓപ്ഷൻ വെച്ചിട്ട് തന്നെ ചെയ്യാനൊക്കെ പറ്റുന്ന രീതിയിലൊക്കെ വരാറുണ്ട്. അപ്പം കൃത്യമായിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്യുക, നല്ല രീതിയിൽ ചെയ്യുക. ക്ലിയർ? അടുത്ത സെഷനിൽ കാണാം.